ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് നമ്മളൊരു സീരിയസ് ഇഷ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പോത്തുംകുട്ടനെ കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. കാരണമെന്ന് വെച്ചാൽ നമുക്കിപ്പം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ശാരീരികമായിട്ടും. നമ്മളതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഈ തുമ്മലും ചുമയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ അലർജി ഇത്ര വലിയൊരു രോഗമാണ് എന്നതിനെപ്പറ്റിയൊന്നും നമുക്ക് വലിയ ധാരണയില്ലായിരുന്നു. അപ്പം നമ്മളൊരു ഡോക്ടറെ കണ്ടു. നമുക്ക് ശ്വാസം മുട്ടൽ സ്ഥിരമായിട്ട് വരുന്നുണ്ടായിരുന്നു. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, മിക്ക വീഡിയോയിനകത്തും എനിക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നത് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അലർജി വളരെ കൂടുതലാണ്. നോർമലി ഒരു 190 വരെയൊക്കെ വരേണ്ടടുത്ത് എനിക്കൊരു 1087 അടുത്താണ് അതിൻ്റെ റേഷ്യോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിന്ന പോലെ പോത്തുണ്ട്, അതിനെ നോക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു പൂച്ചയൊക്കെ ഞാൻ നേരത്തെ ഒഴിവാക്കി. അപ്പം ഈ പോത്തിനെ ഒന്നും നോക്കാൻ പാടില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. ഡോക്ടറുടെ ആ നിർദ്ദേശം കേട്ടതിന് ശേഷം വീട്ടിൽ നിന്നുള്ള തീരുമാനം പോത്തുംകുട്ടനെ ആർക്കെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഞാനിപ്പം പോത്തിൻ്റെ ഈ വീഡിയോ എടുത്തത് ഞാനല്ല, വേറെ ആളെ കൊണ്ട് എടുപ്പിച്ച് വോയിസ് ഓവർ ചെയ്യുകയാണ്. അപ്പോൾ പോത്തിൻ്റെ ഈ കോലം നിങ്ങളത് നോക്കിയാൽ മതി. ഇപ്പം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കിട്ടുന്നത് ഉമ്മയാണ്. അപ്പോൾ ഉമ്മാക്ക് ഓൾറെഡി ഇത് ഒരു പണി കൊടുത്തുകൊണ്ട് കൈക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ വൈഫ് ഇവിടെ ഇല്ല, വൈഫ് പഠിക്കുന്നതിൻ്റെ ആവശ്യമായിട്ട് എറണാകുളത്താണ്. അപ്പോൾ പിന്നെ ഇതിനെ നോക്കുന്ന കാര്യം വളരെ പാടാണ്. അതുപോലെ നമ്മുടെ പരിസരത്തൊക്കെ വെള്ളം കയറിയിട്ട് പുല്ലിൻ്റെ ലഭ്യത വളരെ ശോകമാണ്. അപ്പം പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾ ഇവൻ്റെ കോലം കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്യാവശ്യം ഇവനെ ഇങ്ങനെ നിർത്തി അവനെ നശിപ്പിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ നമ്മൾ നോക്കിക്കൊണ്ടുവന്ന സാധനമാണ്. അപ്പോൾ അതിങ്ങനെ ഭക്ഷണം ഇല്ലാതെ ഈ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് എങ്ങനെയാണ് അത് നിലനിൽക്കുക? അപ്പം നമ്മളിപ്പോൾ തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ ആരെങ്കിലും നല്ല ആൾക്കാർ അതിനെ നോക്കാൻ താല്പര്യമുള്ളവർ വന്നായിരുന്നെങ്കിൽ നമുക്കതിനെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് നോക്കാനുള്ളവർക്കേ കൊടുക്കുള്ളൂ. മറിച്ച് അറക്കാനൊക്കെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, നമ്മൾ കൊടുത്തിട്ടില്ല. അത് ഇപ്പം നമ്മളിത് പരസ്യമാക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മുടെ ഈ ചാനൽ തന്നെ ഇവൻ കാരണമാണ് ഇത്രയും ക്ലിക്കായത്. അപ്പം ഈ ചാനലുള്ളവർക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാനെൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നമുക്കിതിനെ കൊടുക്കണമെന്നൊട്ടും താല്പര്യമില്ല, പക്ഷേ നോക്കാൻ ആരുമില്ല. നോക്കാതെ ഇങ്ങനെ വെറുതെ ഇട്ടേക്കുന്നതിനെക്കാട്ടും നല്ലത് ആരെങ്കിലും നോക്കാനുള്ളവർക്ക് കൊടുക്കുന്നതിനാണ് നല്ലത്. നമ്മൾ ഉചിതമായിട്ടുള്ള സമയത്ത് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം. അല്ലാണ്ട് അവരെ ഇങ്ങനെ വെറുതെ നമ്മളുടെ ഒരു റിക്കവറിക്ക് വേണ്ടി അവരെ വെയിറ്റ് ചെയ്ത് അത്രയും നാളും അവരുടെ ശാപത്തിനാണ് നമ്മൾ പിടിച്ചു പറ്റുന്നത്. അപ്പോൾ ആരാന്ന് വെച്ചാൽ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ പറയാം. അപ്പം നമ്മളിവനെ കൊടുക്കുകയാണ്. നമ്മുടെ പോത്തുംകുട്ടൻ നമ്മുടെ ചാനലിലെ ഒരു അവിഭാജ്യ ഘടകം തന്നെ ആയിരുന്നു. അപ്പോൾ ഇവനെ കൊടുത്തേ നമുക്ക് മതിയാവുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മളിവനെ കൊടുക്കാൻ താല്പര്യമുണ്ട്.